ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻജാങ്കോ. സോ മഹാരാജ എന്ന് പറഞ്ഞ പടം കണ്ടേക്കുവാണ്. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നിതിലൻ സ്വാമിനാഥനാണ്. നിതിലൻ സ്വാമിനാഥന് മുമ്പുള്ളൊരു പടം ഉണ്ടായിരുന്നു, കൊരങ്ക് മുംബൈ എന്ന് പറഞ്ഞാൽ 2017 ഇറങ്ങിയൊരു പടം ഉണ്ടായിരുന്നു. അസാധ്യ പടം എന്ന് പറഞ്ഞാൽ കിടിലം പടമായിരുന്നു. കണ്ടവർക്കറിയാം, കാണാത്തവരുടെ പോയി കാണാം. പിന്നെ ആ പടത്തിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും നിതിലൻ തന്നെയായിരുന്നു. ഇതിലും അങ്ങനെ തന്നെയാണ്. പുള്ളി 2017 ശേഷം ചെയ്യുന്ന ഒരു പടമാണ്. ഈ 2024 വേറൊരു പടം ഇപ്പോൾ ചെയ്യുന്നത്, ഈ മഹാരാജ എന്ന് പറഞ്ഞ പടം. സോ ഇതിൽ DOP ചെയ്തേക്കുന്നത് ദിനേശ് പുരുഷോത്തമനാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തേക്കുന്നത് ഫിലോമിൻ രാജ എന്ന് പറഞ്ഞ ആളാണ്. മ്യൂസിക് അനീഷ് ലോക്നാഥ് എന്ന് പറഞ്ഞ ആളാണ്. സോ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ വൺ ആൻഡ് ഒൺലി മക്കൾ സെൽവം വിജയ് സേതുപതിയാണ് ഈ പടത്തിൽ സ്റ്റാർ ചെയ്തേക്കുന്നത്. വിജയ് സേതുപതിയോടൊപ്പം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ അനുരാഗ് കശ്യപ് ഉണ്ട്, അതുപോലെ തന്നെ മമത മോഹൻദാസ് ഉണ്ട്, നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിരാമി, ഭാരതി രാജ, മുനീഷ് കാന്ത്, നടരാജ് സുബ്രഹ്മണ്യം, അങ്ങനെ ഒരുപാടൊരു നീണ്ട താരനിര തന്നെയാണ് ഇതിനകത്തുള്ളത്. സോ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഒരു രക്ഷയില്ല. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ത്രില്ലർ പടം. നമുക്ക് ഈ പടം കോമഡി സാധനങ്ങളുണ്ട്, ത്രില്ലർ, അങ്ങനെ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയൊരു പക്ക പാക്ഡ് ആയിട്ടുള്ള സാധനമില്ല. നമുക്കിപ്പം ഒരു ടൈമിലിപ്പം ഞാൻ പറയാം, ഈ കൊരങ്ങ് ബൊമ്മ ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ വിജയ് സേതുപതിയുടെ ഒരുപാട് ഇങ്ങനത്തെ പടങ്ങൾ വരുമായിരുന്നു. വിജയ് സേതുപതിയുടെ അങ്ങനെ ഒരുപാട് ഇഷ്ടം പോലെ അങ്ങനത്തെ ചെറിയ ചെറിയ ഒരുപാട് പടങ്ങൾ വരും. പക്ഷെ അതെല്ലാം കിടിലൻ പടങ്ങളായിരിക്കും. കിടിലൻ പ്ലോട്ട്, കിടിലൻ പെർഫോമൻസ്, അങ്ങനെ ഒരു പടമായിരിക്കും ഈ പടങ്ങളെല്ലാം ഉണ്ടായത്. ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഒരു പക്ക ഒരു റിച്ച്നെസ് ആ ഒരു തമിഴ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അത് തിരിച്ചു വന്ന പോലെയാണ് തോന്നുന്നത്. ആക്ച്വലി അതിനൊപ്പം തന്നെ വിജയ് സേതുപതിയുടെ ഒരു കംബാക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒരു രക്ഷയില്ല. സംഭവം ഒരു പക്ക ത്രില്ലറാണ്. ത്രില്ലർ എന്ന് ആദ്യം നമുക്ക് ഒരു കോമഡി പടമാണ്, ത്രില്ലർ പടമാണ്, ട്വിസ്റ്റും ടേൺസും എല്ലാം കൂടിയിട്ട് ഒരു മിക്സായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ആ ഒരു ട്വിസ്റ്റും ടേൺസൊക്കെ നമ്മളൊരു കണ്ടു കഴിയുമ്പോൾ ഒരു അന്താളിപ്പ്, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ പല ആ ഒരു നമുക്കൊരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടി പടത്തിൽ. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഒരു വാവ് ഫാക്ടറാണ് വേണ്ടത്. അതെനിക്ക് എന്തായാലും ഈ പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ സിനിമ എങ്ങനെ പോവാണ്, ഒരു ബോറിങ് പരിപാടിയൊന്നുമില്ല. സംഭവം നമുക്ക് ഭയങ്കര രസകരമായിട്ടൊരു കോമിക്കായിട്ട് പടം അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ ഒരു ജസ്റ്റ് ഒരു ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പായിട്ട്, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് നമുക്ക് ആ പടത്തിൻ്റെ വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റും ടേൺസും കൊണ്ട് മൊത്തത്തിൽ നമ്മളെ അന്താളിപ്പിച്ച ഒരു കിടിലൻ വിജയ് സേതുപതി പടം തന്നെയാണെന്ന് നമുക്ക് ഇതിനെപ്പറ്റി മഹാരാജയെക്കുറിച്ച് പറയാൻ പറ്റും. സോ ഞാൻ പറയാറുള്ള പോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ വെച്ചുള്ള ഗെയിമാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉപാധിയാണ് സിനിമ എന്ന് പറയുന്നത്. അത് ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സിനിമക്ക് വിജയിച്ചെന്ന് പറയാം. ആ ഒരു കാര്യത്തിൽ ഇത് 100% സക്സസ്ഫുള്ളാണ് മഹാരാജ എന്ന് പറഞ്ഞ പടം. എല്ലാവരും പോയി കാണാം. കിടിലൻ പടമാണ്. ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന ഉള്ളതിൽ വെച്ചിട്ട് ഇപ്പം ഇന്ന് ഇറങ്ങിയ പടമാണ്. കിടിലൻ പടമാണ്. പോയി കാണാൻ എല്ലാവരും പടം കണ്ട് എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്ത് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസോടെ കൂടെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയൊരു കിടിലൻ വിജയ് സേതുപതി പടം തന്നെയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, ഫാമിലീൻ്റെ ഒപ്പം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം. സോ ദിസ് ഇസ് ജിൻജാങ്കോ. താങ്ക് യു.